അതെ, ഊട്ടി വരെ ഒന്ന് പോണം. കേറിക്കോളൂ സാർ. പിടിക്കാവനെ അവന്മാര് അവന്റെ സ്ഥിരം പരിപാടിയാണ്. ചേട്ടാ, ഇപ്പൊ ഇവിടെ നിന്ന് പോയ 7200 നമ്പർ കാർ എങ്ങോട്ടാ ഓട്ടം പോയെന്നറിയോ? ഊട്ടിക്ക് ട്രിപ്പ് പോയതാ. അപ്പൊ ഇനി ഗഫൂറിന്റെ കളി ഊട്ടിയിലാണ്. ഏതായാലും മുങ്ങുക. അത് പിന്നെ ഊട്ടിക്ക് തന്നെ ആക്കാം. ഒരു പെട്ടിക്ക് 2 പക്ഷി. അവന്റെ കൊടുക്കത്തിടിയാ നെഞ്ചിന്റെ ഷട്ടർ ഇടിച്ച് കളക്കി കളഞ്ഞു. അത് പണ്ടേ നാട്ടുകാരെ ഇളക്കിയതല്ല. ഓ പന്തായിരുന്ന ഞാൻ വിചാരിച്ചില്ല അവരായിരിക്കും. കൊച്ചിന്റെ അങ്ങോട്ട് കൊടുത്തേ. വാ അവിടെ ഇരിക്കാം. വിസയ്ക്ക് വേണ്ടി പണയം വെച്ച ആധാരം തിരിച്ചെടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയും വഴിയാധാരം. അവര് തരാനുള്ള കാശ് കിട്ടിയിട്ട് നീ ആധാരം തിരിച്ചെടുത്ത് തന്നെ. ഓ പിന്നെന്ത് ചെയ്യും? 10 പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞതാ. 10 പൈസ ഉണ്ടാക്കാനുള്ള വഴിയല്ലേ ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടിനെ മനസ്സിൽ ധ്യാനിച്ച് ഇരുന്ന് അങ്ങോട്ട് തെണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, വഴി കൊള്ളാം, നല്ല വഴി. ഒരു ഫോട്ടോ ഫോട്ടോയാ? അത് തരാം. എന്നാ ഫോട്ടോ കാണാനില്ല. കാണൂല കപ്പലണ്ടി എന്റെ കയ്യിൽ. അതല്ലേ കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന 3 വയസ്സുള്ള കുട്ടിയെ കാണാനില്ല. കുട്ടിയെ കണ്ടെത്തുന്നവർ താഴെ കാണുന്ന വിലാസത്തിൽ അറിയിക്കുക. വിവരം അറിയിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം നൽകുന്നതാണ് എന്ന് കേണൽ പണിക്കർ, വൃന്ദാവൻ, ഗാന്ധിനഗർ, ഊട്ടി. എടാ ഇപ്പൊ ഈ കുട്ടിക്കല്ലേ നീ ബോൾ എടുത്തു കൊടുത്തത്? അതെ. വാ നോക്കാം. ഈശ്വര, 5 ലക്ഷം അങ്ങാട് പോയി. 5 ലക്ഷം. നിന്റെ അച്ഛൻ ആ കുട്ടിയല്ലേ ഈ കുട്ടി? ആണോ? നോക്കട്ടെ. ഈ അങ്ങോട്ട് നോക്കുമ്പോ കറക്റ്റാ. എവിടെ? പൊട്ടിക്ക്. ഈ ഫോട്ടോയുടെ മുകളിൽ ഇരിക്കുന്ന തെറ്റാണല്ലോ. എന്തെന്ന്? കാണാനില്ലെന്ന്. ഇവിടെ കാണാലോ. ഇങ്ങോട്ട് വന്നേ. ഇത് തന്നെയാടാ കുട്ടി. എന്താ മോളുടെ പേര്? ടിങ്കുമോൾ. എവിടെയാ മോളുടെ വീട്? മോളുടെ അമ്മയുടെ പേരെന്താ? സുന്ദരിയാണോ? അമ്മയില്ലെന്ന്. വാ ഇവിടെ നോക്കിയേ. എന്താ മോളുടെ അച്ഛന്റെ പേര്? അപ്പനാ? പപ്പനല്ലടാ, പപ്പാന്ന്. പപ്പയുടെ പേരെന്താ? പണിക്കര്. ശരിയാ, രക്ഷപ്പെട്ടോ. ആര്? പണിക്കരാ? പണിക്കരല്ലടാ നമ്മള്. ഇതാ കൊച്ചു തന്നെയാ. എടാ ഒന്നുകൂടിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ. ഓ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരുമ്പോഴാ നിങ്ങോട്ട് വന്നേ. മോളാ വഴിയായിരിക്കണേ. ടിങ്കു, ടിങ്കു, ടിങ്കു മോളെ, ടിങ്കു, 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 എന്റെ മോളെ കാണാനില്ല. എത്രയും പെട്ടെന്ന് ഊട്ടിച്ചെന്ന് ഗഫൂറിനെ കണ്ട് കൈയോടെ കാശ് വാങ്ങിച്ചിടണം. അയാൾ അവിടെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഊട്ടി എന്ന് വെച്ചാൽ പപ്പട വലിപ്പല്ലേ ഉള്ളൂ. കാണും. ദൈവമേ, ബസ് കിട്ടിയില്ലെങ്കിൽ വട്ടം കറങ്ങും. ഇതേതാ നോക്കി. ചെന്നായി. അവന്മാര് നമ്മളെ കണ്ടുപിടിക്കണം. മുഖം മറക്കട്ടെ. ഊട്ടി കൊടൈക്കനല്ല. ഊട്ടിയല്ലേ? അയ്യോ, ഏത് മറ്റവനാണ് ഈ പാതിരാത്രിക്ക് ചാകാൻ ഇറങ്ങിയത്? ഞാൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. വണ്ടി കയറിയില്ലെങ്കിൽ താനിപ്പോ നിശ്ചലമായാനെ. വണ്ടി നിർത്തിയ ഊട്ടി, ഇല്ലെങ്കിൽ തട്ടി എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ റോഡിന്റെ നടുക്കോട്ട് കയറി നിന്നത്. പ്ലീസ്. ഓ ബസ്സിന്റെ ബ്രേക്കുള്ളത് നന്നായി. താനായിരുന്നോ? അതെ ഞാനായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ഊട്ടിയിലെത്തണം. കാല് വെക്കാൻ ഒരിടം തന്നാൽ മതി. അപ്പൊ തന്നെ കാല് മാത്രം ഊട്ടിക്ക് വരില്ല. അതിന്റെ മേളിൽ ഒരു നീല ഉടൽ, ഒരു ചെറിയ തല. ഞാൻ അവിടെ അങ്ങനെ നിന്നോളാവേ. ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചു, ഒന്നും നിർത്തിയില്ല. അതുകൊണ്ട് വട്ടം വെച്ചു നിർത്തി. എവിടെയാണ് തന്റെ കൂട്ടുകാരൻ ജോജി? ജോജി അവനെ പറ്റി മിണ്ടരുത് തള്ളയ്യ. അവൻ നമ്മുടെ കൈവിട്ട് പോയില്ലേ. ഒരു കാലത്ത് അവൻ നടന്നത് എന്റെ വാക്ക് കേട്ട് ആട്ട് കേട്ട്. ഇന്ന് ഞാൻ നടക്കുന്നത് വേറൊരു ക്രാപ്പന്റെ വാക്ക് കേട്ട് ആട്ട് കേട്ട്. എന്റെ തലയിൽ എഴുത്ത്. ജോജിയുടെ തലയിൽ എഴുതിയത് എന്റെ കോപം. കോയമ്പത്തൂർ വഴി തന്നെയാണോ ഊട്ടി പോകുന്നത്? അല്ലാതെ പിന്നെ ഏതിലാ പോണം?
അല്ല ജോജി ഇപ്പൊ എവിടെ ഉണ്ട്? ജോജി ഏതോ ഒരുത്തി തന്തയും തേടി പെട്ടിയും തൂക്കി ഊട്ടി വന്നപ്പോ അവന്റെ രാജയോഗമായില്ലേ. അതൊക്കെ ഒരു കാലം. വൃത്തികെട്ട തണുപ്പ്. എങ്ങടാ പോട്ടത്? ഇങ്ങോട്ട് പോകത്ത ഭാഗ്യം കണ്ടില്ല. പോ അങ്ങോട്ട് ആവശ്യമില്ല. വിശക്കുകയും ചെയ്തു. ചേട്ടോ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ? ഊട്ടിയിൽ വന്നിട്ട് മലയാളത്തിൽ ചോദിക്കണം, തമിഴിൽ ചോദിക്കടാ. ചേട്ടാ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നെ. കേണൽ പണിക്കർ. ആ അയാളുടെ വേലക്കാരൻ കിട്ടുണ്ണി ആ ലോട്ടറി കട നിൽപ്പുണ്ടല്ലോ. അയ്യോ മലയാളിയായിരുന്നു, വെറുതെ തമിഴിൽ ചോദിച്ചു. വേലക്കാരൻ കിട്ടുണ്ണി. ഭൂട്ടാനുണ്ട ഭൂട്ടാൻ. കൂട്ടാൻ തീർന്നല്ലോ. ചിറാപുഞ്ചി ഉണ്ടാ ചിറാപുഞ്ചി. എന്നാ തന്റെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ട് ഒരെണ്ണെടുത്ത്. കിട്ടുണ്ണി കിട്ടണ കാശ് മുഴുക്ക ലോട്ടറി എടുത്ത് തീർക്കുകയല്ലേ? ഒരിക്കലും തൊട്ട് അടിക്കുകയില്ല, ശമ്പളം മുഴുക്ക തീരുകയും ചെയ്യും. അത് എന്റെ ശമ്പളല്ലേ, തന്റെ കുടുംബസ്വത്തൊന്നല്ല ഞാൻ ചെലവാക്കണത്. താ ക്യാരറ്റിന് ഒരു സിക്കിമും ഒരു ഗോവയും ഒരു നാഗാലാൻഡും പോരട്ടെ. ഈ മരത്തലയും പറയണത് ഞാനെതിരെ കേൾക്കണേ. ഇത് 5000 രൂപയുണ്ട്. ഗഫൂർ വരുമ്പോ കൊടുക്കണം. എവിടെ നിന്ന് ഇത്രയും കാശ്? കേണലിന്റെ വീട്ടിൽ നിന്ന് കട്ടതാ? കേണലിന്റെ കാലിന്റെ ഇടേന്ന് ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ച പിശാച്ച് ചത്തുപോലോ. നേരത്തെ തന്ന 15000 ചേർത്ത് ഇപ്പൊ 20000 ആയി. ബാക്കി അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്നെ എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് കര കയറ്റാൻ ആ ഗഫൂറിനോട് പറയണം. ആ കേണൽ നാറിയുടെ തെറി കേട്ട് ഞാൻ മടുക്കും. ഗൾഫിൽ ചെന്ന അറബിയുടെ തെറിയോട് കേക്കണ്ടേ? അറബി തെറി പറയണത് മലയാളത്തിലല്ലല്ലോ, അറബിയിലല്ലേ. അറബി എനിക്കറിയില്ലല്ലോ. ഇനിയിപ്പൊ മനസ്സിലായാലും കുഴപ്പമില്ല, ശമ്പളം കൂടുതലില്ലേ. ഒന്നും നടക്കാൻ പോണില്ല. നീ കൊറേ അതെ, ആരാ ഈ കിട്ടുണ്ണി? കിട്ടുണ്ണി ഞാൻ എന്താ വേണ? എടാ ബാലു, ഇവന്മാരെന്തിനാ എന്നെ അന്വേഷിക്കണതാവോ? എന്റെ ചിറാപുഞ്ചി എവിടെയാണാവോ? ഗോവ, സിക്കിം, നാഗാലാൻഡ്. എന്റെ ചിറാപുഞ്ചി എവിടെ? എന്റെ ദൈവമേ, മോളെ അത് ഇങ്ങോട്ട് താന്നേ കൊല്ലു ഞാൻ. ഇങ്ങോട്ട് തരി. നീ പോടി പോടി കാക്ക തളിച്ച്. ഇന്ന് നിന്നെ ശരിയാക്കി തരടി. ഇങ്ങോട്ട് തടി. ഇങ്ങോട്ട് തരാൻ അവിടെ നിക്കാനാ പറഞ്ഞേ. അവിടെ നിൽക്കടി. മര്യാദക്ക് പറഞ്ഞാ ഈ പെണ്ണ് കേക്കില്ലല്ലേ. എന്ന് ഞാൻ നിന്നെ ഞാൻ ശരിയാക്കി തരടി. മോളെ അത് കീറല്ലേ, അത് കീറല്ലേ. എന്ന് ഇതിനെന്ന് ഞാൻ ചവിട്ടി കൂട്ടും. ഇതിനെ കൊന്ന് ജയിലിൽ പോയാലും വേണ്ടില്ല. എന്തിനാ ദൈവമേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേ? ഒരു ചിറാപുഞ്ചി. മിസ്സായടാ. ഇനി നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ഞാൻ കണ്ടതല്ലേ. ഇന്നലെ നമ്മൾ അവന്മാരെ എറണാകുളത്ത് വെച്ച് കണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ ഊട്ടിയിൽ വരും. എടാ ഇന്നലെ നമ്മൾ എറണാകുളത്തായിരുന്നില്ലേ, ഇന്ന് ഊട്ടിയിലല്ലേ? അത് ശരിയാ. ചിലപ്പോ അവന്മാര് നമ്മുടെ കണക്ക് തീർക്കാൻ, അല്ലടാ നമുക്ക് തരാനുള്ള കാശിന്റെ കണക്ക് തീർക്കാൻ വന്നതാണെങ്കിലോ? പാവങ്ങള് അഡ്രസ് അറിയാതെ കിടന്ന് കറങ്ങുന്നുണ്ടാവും. ഒന്നുകൂടി നോക്കിയാലോ? നീ തൽക്കാലം അത് വിട്. ആദ്യം ആ ക്യാപ്റ്റന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് 5 ലക്ഷം മേടിക്കാം. അതിനുശേഷം മതി മോനെ ഈ 1 ലക്ഷം. 5 1 6 നമ്മൾ ലക്ഷപ്രഭുക്കളായി. അയ്യോ കുട്ടി എവിടെ? അയ്യോ പറയും പോലെ കുട്ടി എവിടെ? കുട്ടി എങ്ങനെ മിസ്സായ അതേടാ. ദൈവമേ 5 ലക്ഷത്തിന്റെ മുതലാ. ഈ കുട്ടി എങ്ങനെ മിസ്സായിരുന്നെങ്കിൽ നിന്റെ അണ്ണാക്കി കെട്ടിയാൻ കാസേറിട്ട്. ഞാനല്ല ഇതിനോട് വെച്ചത്. മോൾ ഇനി വെച്ചെടുത്ത് തന്നെ ഇരിക്കണോട്ടാ. എന്തോ സ്വകാര്യം പറയണോ? എന്താ പറഞ്ഞത്? പോടാ തെണ്ടീന്ന്. അപ്പൊ കൊച്ചിനാളെ കണ്ട തിരിച്ചറിയാം. ഭയങ്കര അടി. ആ വേലക്കാരൻ കിട്ടുണ്ണി ആ കുട്ടീനെ തല്ലിന് പകരം ചോദിക്കാൻ വരികയാണോ? ബാലാജി, ബാലാജി, ബാലു പൊന്നപ്പ. ബാലാജി മോള് വെച്ചെടുത്ത് തന്നെ ഇരിക്കണോട്ടാ. എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. ഇവിടെ ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിസിനസ്സും അല്പം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഇങ്ങനെ. അപ്പൊ നീ കമ്പ്യൂട്ടർ വലിയ കോണാട്ടറായിട്ട്. അതൊക്കെ പോട്ടെ, നിങ്ങളെന്ത് ഇവിടെ? ഏതായി കുട്ടി? അതൊരു നീണ്ട കഥയാടാ. അപ്പൊ ഈ കുട്ടിയെ രക്ഷിതാക്കളെ ഏൽപ്പിക്കാനുള്ള ആത്മാർത്ഥതയല്ല, തക്ക പ്രതിഫലം മോഹിച്ചിട്ടാണല്ലേ? കുറച്ച് കാശ് കിട്ടിയാ നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് ചെറിയൊരു പരിഹാരം, അത്രേ ഉള്ളൂ. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഊട്ടിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഞങ്ങൾ നെട്ടും പൊട്ടും തേഞ്ഞാന്. നീ ഇവിടെ ഇത്രയും വലിയ സെറ്റപ്പിലാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലേ 1 കൊല്ലം മുമ്പ് വന്നേനെ. ഊട്ടി എന്റെ ഒരു സ്വപ്നമാണ്. കേണൽ പണിക്കർ
കേട്ടിട്ടുണ്ട്, വലിയ കോടീശ്വരനാ. ചോദിക്കുന്ന കാശ് തരും. ഇന്ന് മുതൽ ഇവൾ ടിങ്കു അല്ല, അഞ്ചു 5 ലക്ഷം. ഒരു കാര്യം ചെയ്യാം, കുട്ടി ഇവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങൾ ചെന്ന് കേണലിനോട് സെറ്റിൽമെന്റ് കാര്യം സംസാരിക്കും. അതിന് കേണലിന്റെ വീട് എവിടെയാണ്? ഇവരെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? പാപി ജനനോടത്ത് പാതാളെന്ന് പറഞ്ഞ പോലെ എന്റെ കണക്ക്. എന്റെ അമ്മ, ഒരു 1.5 കേണല. ഞാൻ ബാലു. ഞാൻ പൊന്നപ്പൻ. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. വരൂ, ഇരിക്കൂ. എന്താ കാര്യം? നിങ്ങൾ ആരും പറയണ്ട, ഞാൻ പറയാം. എന്റെ ചിറാപ്പുഞ്ചി ടിക്കറ്റുമായി ഓടിയ കുട്ടിക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതിനു മുമ്പ് ആ കുട്ടി എന്റെ ചിറാപ്പുഞ്ചി ടിക്കറ്റ് കീറി കളഞ്ഞു. അതിലെനിക്ക് ദണ്ണുണ്ട്. അതിനാ ഞാൻ ആ കുട്ടിനെ തല്ലിയത്. ഇതാണോ നിങ്ങളുടെ വിഷയം? പിന്നെ താൻ എന്തോ നാടോ ഈ സംസാരിക്കുന്നത്? പോയി കാറ് കഴുകിയിട്, എന്നിട്ട് മാർക്കറ്റിൽ പോയി ചിക്കൻ വാങ്ങിച്ചോണ്ട് വാ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഞാൻ കാറ് കഴുകാം, എന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് വരാം. ഒന്ന് പോടോ. ഓ അതെ, ഇവരിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാണ്ടാവോ? ഇറങ്ങി പോടോ. പുറമേന്ന് ഗസ്റ്റ് ഉള്ളപ്പോ എന്നെ ചീത്ത പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. 3 വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ലെന്നും പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്ത കേണൽ പണിക്കർ സാറല്ലേ? അതെ. ആ കുട്ടി ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ പത്രത്തിൽ ഓഫർ ചെയ്ത 3 ലക്ഷം തന്നാൽ. 3 അല്ലടാ, 5. അതെ, 3 2 5. ആ 5 ലക്ഷം ഇങ്ങോട്ട് തന്നാൽ കുട്ടി അങ്ങോട്ട് തരാം. രൂപയ്ക്ക് വളരെ അത്യാവശ്യമുണ്ടല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇത്തരം തട്ടിപ്പ് പാർട്ടീസിനെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പണമുണ്ടാക്കാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം, ഒരല്പം പാളിപ്പോയി. എന്റെ മോളെ കാണാതായി എന്നുള്ളത് ശരിയാ, പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നു. മോളെ ദേവി. വരണോ എന്റെ അച്ഛൻ? ഇതാണ് എന്റെ മകള്. അയ്യോ, കാണാതായത് കൊച്ചുകുട്ടിയല്ലേ? വർഷം 13 കഴിഞ്ഞില്ലേ, കുട്ടി വളർന്നു. അല്ല, ഈ പരസ്യം പഴയ പത്രം. മോള് വയ്ക്കൂ. പഴയ പത്രവും തപ്പിയെടുത്തോണ്ട് വന്നിരിക്കുക തട്ടിപ്പിനായി. കമോൺ, ഗെറ്റ് ഔട്ട്. ആയിക്കോട്ടെ. ഇനി ആ കേണല് നമ്മൾ കാശ് വെച്ചുകൊണ്ട് കള്ളം പറയായിരിക്കും. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു അച്ഛൻ കാശിന്റെ കണക്കും പറഞ്ഞ് മകളെ ഉപേക്ഷിക്കുമോ? അത് ശരിയാ. അയാൾ പറഞ്ഞ സത്യമായിരിക്കും. സംശയം ഇനിയും ബാക്കിയാണെങ്കിൽ ഞാൻ തെളിയിക്കാം. എങ്ങനെ? കമ്പ്യൂട്ടറിലൂടെ ഏജ് പ്രോഗ്രഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. ഇനി ഞാനൊരു അത്ഭുതം കാണിക്കാൻ പോവാ. നിങ്ങൾ കണ്ട കേണൽ പണിക്കരുടെ മകളെ. ഇതല്ലേ നിങ്ങൾ അവിടെ കണ്ട കുട്ടി? ഇവളൊന്നുമല്ല ഞങ്ങളവിടെ കണ്ടത്. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പത്രത്തിൽ കണ്ട കുട്ടി വളർന്നാൽ ഏകദേശം ഈ രൂപത്തിലായിരിക്കും. പിന്നെ പുളു. കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റില്ല. നിങ്ങൾ കണ്ടത് കേണലിന്റെ മകളെ അല്ല. അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ കളിയുണ്ടല്ലോ പൊന്നപ്പ. എങ്കിൽ അയാൾ ഒന്ന് വരട്ടി നോക്കിയാലോ ബാലാജി? എന്ത് വേണേ ചെയ്തോ, ഇത് കേണലിന്റെ മകളല്ല. ഈ കുട്ടി അല്ല. ഇതാ പ്രിന്റ് ഔട്ട്. എടോ കിട്ടുണ്ണി, വെള്ളം ചൂടാക്കി കഴിഞ്ഞില്ലേ? ഞാനിപ്പ അങ്ങോട്ട് കൊണ്ടുവരാം. ഈ വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അയാൾ ഇതില് മുക്കി കാച്ചി വടിക്കണം. ഈ പന്നിയുടെ ഒക്കെ രോമം കളയില്ലേ ചന്തയില്, ആ മെത്തേഡ് ഈ മെത്തേഡ്. അയ്യോ, ഞാനിപ്പൊ പറഞ്ഞത് എന്തെങ്കിലും മോള് കേട്ടോ? എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞാലല്ലേ കേക്കൂ. മോള് എന്തിനാ വിളിച്ചേ? ചിറാപ്പുഞ്ചിയുടെ ഫലം വന്നിട്ടുണ്ട് പേപ്പറിൽ. ചിറാപ്പുഞ്ചിയാ? ഗോവ, സിക്കിം, നാഗാലാൻഡ്, കാമധേനു. ആ ചിറാപ്പുഞ്ചി കിട്ടി. മോള് വായിക്കി. 10 ലക്ഷം അവന്റെ അമ്മയുടെ മാരുതി കാറ്. മോള് വായിക്കി. DD 4 9 9 1 ഒരു മിനിറ്റ് ഇട്ട. ഇതുപോലെയാണ് മറ്റേ പെൺകുട്ടി എന്നെ പറ്റിച്ചത്. വായിച്ചത് 7 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. ബാക്കി വായിക്കി. 4 ശരിയാ. എല്ലാം ശരിയാ. ഇങ്ങോട്ട് നോക്കി. ഇനി ഞാൻ ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഇങ്ങനെ
ഇങ്ങനെ എന്നിട്ട് ദേ, ചു, ശുകശ, ശുകശ. 10 ലക്ഷം മാരുതി കാറും കത്തണ കത്ത് കണ്ട എന്റെ ഈശ്വര കിട്ടുവേണ്ട എന്തേ കാണിച്ചേ? പണ്ടെന്ന് ജഡ്ജിയാമാന്റെ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിച്ചത് ഇതുപോലൊരു കുട്ടി പിച്ചാച്ച. ഇനി അത് നടക്കില്ല മോളെ. കിട്ടുണ്ണിക്ക് ഇത്തിരി ബുദ്ധി വെച്ചു. ഇവിടുന്ന് എന്റെ പണി കളയണമെന്ന് മോൾക്ക് എന്തത്ര നിർബന്ധം? അയ്യോ ഇത് സത്യമായിട്ട് ശരിയാ. ചേട്ടൻ ഈ നമ്പർ നോക്കിയേ. ദേ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്റെ ഈശ്വര. ഡി ഡി 4 9 1 7 4 അടിച്ചു മോളെ. അയ്യോ കിട്ടുന്നേട്ടാ. അയ്യോ കിട്ടുന്നേട്ടാ. കിട്ടുന്നേട്ടാ ഭഗവാനെ തട്ടിപ്പോയോ? വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് നീ മഫ്ലർ കിട്ടി ഇവിടെ ഇരിക്കാ. എടോ കിട്ടുണ്ണി, എന്തേ വെള്ളം ചൂടാക്കിയോ? 10 ലക്ഷവും ഒരു മാരുതിക്കാറും കത്തിച്ചിട്ടാ ഇയാൾക്ക് ഒരു കലം വെള്ളം ഒടുക്കത്തെ കുളിക്ക് ഞാൻ ചൂടാക്കിയത്. അതറിയോ? അടിച്ചു അടിച്ചു. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഇനിയും അടിക്കും. ഇനിയും അടിക്കോ? ആരാ ബെല്ലടിച്ചെന്ന് പോയി നോക്ക്. അടിച്ചത് ബെല്ലല്ല, ലോട്ടറിയാ ലോട്ടറി. 10 ലക്ഷം മാരുതിക്കാർ. പോയി വാതിൽ തുറക്കടോ. നിങ്ങൾ ചില്ലിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ? ആ അപ്പുറത്താണല്ലോ. ഡാ നിന്റെയൊക്കെ പ്രശ്നം ഇനി ബാക്കിയുണ്ടാ? പോയി കേണല്ലോ വിളിക്കണോ വേലക്കാരാ. എന്താ വിളിച്ച? വേലക്കാരാന്ന്. എടാ 5 മിനിറ്റ് മുമ്പ് ഞാനൊരു ഇത്തിരി ബുദ്ധിശൂന്യത കാണിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് മൂക്കൊണ്ട് എന്ന് വരപ്പിച്ചാനെ. 2 എണ്ണം കൊടുക്കട്ടെ സാറേ. ഇയാൾക്കെന്താ വട്ടാണോ? അതേടാ എനിക്ക് വട്ട. അതുകൊണ്ടല്ലടാ അടിച്ചപ്പോ തന്നെ കത്തിച്ചത്. അവൻ തലയ്ക്ക് സുഖമില്ലാത്തവനാ. ആർക്കാന്ന് പറയടാ? എന്താ വീണ്ടും വല്ല പഴയ പത്രവും തപ്പിയെടുത്തോ? അല്ല, ഒരു സത്യം അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന പെൺകുട്ടി സാറിന്റെ ആരാ? എന്റെ മകളാ. എന്താ വല്ല സംശയമുണ്ടോ? സംശയം ഇല്ലെങ്കിൽ ഇവന്മാർക്കിട്ട് ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞങ്ങക്ക് സംശയമുണ്ട്. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അല്ലാന്ന് ഞങ്ങൾ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി. എന്റെ ഭാര്യ പ്രസവിച്ച എന്റെ സ്വന്തം മോളാ ഇവള്. പച്ചക്കള്ളമാണ് നിങ്ങൾ ഈ പറയുന്നത്. പോടാ, അനാവശ്യം പറയാതെ. ഇപ്പോഴെങ്കിലും ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞങ്ങൾ പോവാ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മോളുടെ യഥാർത്ഥ രൂപം ഒന്ന് വേണമെങ്കിൽ കണ്ടോ. ഞങ്ങൾ പറയുന്ന സത്യമൊന്നും സാറിന് അറിയാം. ഈ കുട്ടി എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. വാടാ പോടാ. ഒന്നുമില്ല മോളെ, ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. ഞാനാകെ പ്രാന്തി പിടിച്ച് നടക്കുമ്പോഴാ ഇവന്മാരുടെ ഓരോ തട്ടിപ്പും മത്തങ്ങി. ഇങ്ങനെ തന്നെ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. 10 ലക്ഷം ലോട്ടറി കയറി ഞാൻ കീറി കാട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ എന്താ ഇന്ന് മൊത്തടിയാണല്ലോ. ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചത്? ഫോട്ടോ ഇവിടെ കീറിയിട്ടേനെ. ഞാനത് പെറുക്കി എടുത്ത് കത്തിച്ചു കളയില്ലേ? പോയി വിളിച്ചോണ്ട് വാടോ അവന്മാരെ. ആരെ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ആ അവരെ. ഓ അതെ, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയി 2 ആളില്ലേ, അവരെ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ. ഇറങ്ങി പോടോ. കളിക്കരുതട്ടാ, എന്റെ സമനില തെറ്റിട്ടിരിക്കുന്നത്. 10 ലക്ഷം മാരുതി കാറാ ഞാൻ കത്തിച്ചു. അത്യാവശ്യം 2 അറബി വാക്ക് പഠിച്ചേക്കണം. വേറൊന്നല്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അസ്സലാമു വലൈക്കും. വലൈക്കും. പോരട്ടെ. എന്താ ഇത്? പറഞ്ഞാട്ടെ. അസ്സലാമു അലൈക്കും. എടി കള്ളത്തി. ആദ്യം ഗൾഫിൽ പോയിനോ? ഇല്ല. പിന്നെ എങ്ങനെ നല്ല ഉഷാറായിട്ട് പറയണേ? പിന്നെ വല്ല അറിവുകളും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാലൈക്കും മുസ്സലാം എന്ന് പറയണം. എന്ത്? വലൈക്കും അസ്സലാം. പറയ്. വാലൈക്കും വലൈക്കും സലാം. അസ്സലാം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. എന്ത്? ഗഫൂർ കാ ദോസ്ത്. മതി, ഇത് മതി. ഹലോ സർ, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാ അത്? ഞാൻ കൊടുക്കാം. अरे साले कुत्ते कमीने, मैं तुम्हारा दोस्त हूँ, गफूर का दोस्त, दुश्मन कुमार. നീ എന്നെ മറന്നു അല്ലടാ? ദുഷ്മൻ കുമാറോ? അറേ 2 വിസ വേണം ഇമ്മീഡിയറ്റ് ആയി. ഫുൾ ക്യാഷുമായിട്ടാ വന്നിരിക്കുന്നത്. അങ്ങോട്ട് വരട്ടെ? വേണ്ട വേണ്ട, ഇവിടെ സൗദിക്കുള്ളൊരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഞാനേ ഒരു 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ.
എടാ ഇത് അവൻ തന്നെയാ. ആ പോര പോരാന്നുള്ള സൗണ്ട് കേട്ടാ അറിയാ. അരമണിക്കൂർ കഴിഞ്ഞ് താഴെ വരാന്ന്. അതുവരെ നമ്മളിവിടെ എന്ത് ചെയ്യും? നമുക്ക് ആ റെസ്റ്റോറന്റിൽ പോയി വളരെ ലൈറ്റ് ആയിട്ട് ഒരു ബിരിയാണിയും 5 പൊറോട്ട ഒരു തന്തൂരി ചിക്കൻ കഴിക്കാന്ന്. ആ നീ പോയ ഡ്രൈവറെ വിളിക്ക്, അയാൾക്ക് വിഷമണ്ടാവും. കുറച്ചും പോലെ ചോറുന്നത്. ഇവിടെ നിന്ന് വിളിക്കാൻ നിന്റെ കാശുണ്ടോ? 1 ലക്ഷം രൂപ പെട്ടിയിലേക്കുമ്പോ പിച്ചത്ര കാണിക്കണ്ട പിച്ചെ. നീ ലക്ഷം ഒന്ന് വിളിച്ച് കൂവല്ലേ? വല്ല കള്ളന്മാരും കേട്ട് അടിച്ചോണ്ട് പോകും. പിന്നെ ഈ പെട്ടിന്ന് 1 ലക്ഷം രൂപ കക്കാൻ പറ്റിയ കള്ളന്മാര് ഈ ഊട്ടി ഡിസ്റ്റിൽ ജനിച്ചിട്ടില്ല. എടാ ഞാനിത് നമ്പർ ലോക്കിട്ട് പൂട്ടി വെച്ചേക്കാ. 009 009 ഒക്കെ ഞെക്കി കക്കല കള്ളന്മാര്. 009 ഒരു സുനാമി. സുനാമിയോ? ആ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച ഓ സുലൈമാൻ. സുലൈമാനി. പിന്നെ ഒരു കോഴി ചിക്കൻ 65. ചിക്കൻ 65. ആ ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള വിവരം പറയാം. ഇനിയോ? നീ പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ മുഴുവൻ കാശ് ഗഫൂറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈടാക്കി തരാം. നീ മുട്ട മഞ്ഞ കഴിക്കോ? ഇല്ല. മഞ്ഞ കഴിക്കരുത്, കൊളസ്ട്രോൾ വരും. ദേ പെട്ടി സൂക്ഷിക്കോണ്ട. നമ്പർ ഞാൻ പറഞ്ഞാലും നീ മറക്കരുത്. 009 കേട്ടാ. ഓ നീ അത് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊല്ലും വേണോ ഒരു കോഴി ചിക്കൻ താങ്ങ്. ഹലോ, അപ്പുക്കുട്ടൻ സ്പീക്കിംഗ്. ഓവർ. നീലഗിരി നീലകണ്ഠൻ സ്പീക്കിംഗ്. ഓവർ. നീ എവിടം വരെ എത്തി? ഞാനിതാ എത്തിക്കഴിഞ്ഞു. പെട്ടി എവിടെ ഇരിക്കുന്നേ? അത് ഇവിടെ വന്ന കണ്ടുപിടിക്കാൻ ഈസിയാണ്, കാരണം വലിച്ചു വരുത്തിരുന്ന ഒരുത്തനുള്ളി ഹോട്ടലിൽ ഒരു തീറ്റ പണ്ടാറോടാ. ഓക്കെ. ഇവിടെ ഇവിടെ എത്തിയ അതാണ് പെട്ടി. ഓപ്പറേഷൻ വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ കുനിഞ്ഞു പോവാം. അധികം കുനിഞ്ഞ തല തറയിൽ തട്ടും. നീ അങ്ങ് നേരെ നടന്നു പോയാ മതി. ഓക്കെ, ഡൺ. സൂക്ഷിക്കണം, ചളമാക്കരുത്. വെയിറ്റർ, ഞങ്ങൾ ബില്ലിനായി വെയിറ്റ് ചെയ്യുന്നു. ഡ്രൈവർ എന്തോ നന്നായി താങ്ങിയില്ലേ? ആ ബില്ലും കൂടി ഉൾപ്പെടുത്തിക്കൊള്ളൂ. പോവല്ലേ? എന്തോടെ കാണിക്കുന്നത്? ഓൺലി 2600 രൂപ. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. തീറ്റയുടെ കാര്യമല്ല, ബില്ലിന്റെ കാര്യമാ പറഞ്ഞ. മിസ്റ്റർ റോഹിതൻ, ആ പെട്ടി തുറന്ന് കാശ് എടുത്ത് കൊടുക്കൂ. പിന്നെ നല്ലൊരു തുക ടിപ്പായി കൊടുക്കാൻ മറക്കണ്ട. പെട്ടി കാണാനില്ല. എന്ത്? നമ്മുടെ 1 ലക്ഷം രൂപ വെച്ചിരുന്ന 009 പെട്ടി കാണാനില്ലെന്നാ? ദൈവമേ, അയ്യോ ഞങ്ങളുടെ പെട്ടി കാണാനില്ല. ചേട്ടാ ഞങ്ങളുടെ പെട്ടി കണ്ട? എന്താ എന്ത് പറ്റി ചേട്ടാ? ഇവിടെ വെച്ചിരുന്ന പെട്ടി കണ്ടായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ കാശ് കംപ്ലീറ്റ്. ഈ അടവുകളൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളത്. ചേട്ടാ ഇത് അടവൊന്നുമല്ല. കാശ് വന്നിട്ട് പോയാൽ മതി. അപ്പൊ ഞങ്ങൾ ഈ ഹോട്ടലിൽ വെച്ച് പോയ കാശിൽ ആരും ഉത്തരവാദിത്തം പറയും? ചേട്ടാ എന്റെ ബില്ല് സെപ്പറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാതെ തപ്പ്. ഞങ്ങൾ ടിപ്പ് തരാൻ നല്ലൊരു തുക. എന്നെ അന്വേഷിച്ചതോ ദുഷ്മൻ കുമാർ വന്നു? അവരെ റെസ്റ്റോറന്റിൽ വിളിച്ച്. അതെ, നിങ്ങൾ പറയുന്നത് കേൾക്കും. അതും ഗഫൂർ. എന്താ പ്രശ്നം? ബില്ല് കൊടുക്കാൻ കാശില്ലാന്ന്. പൂവർ ബഗേഴ്സ്, മലയാളീസിനെ വില കളയാൻ. അതെ, ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. തൽക്കാലം ഇവിടുന്ന് മുങ്ങ. എടാ ദുഷ്ട, നിന്നെ ഞങ്ങൾ എടുത്തോളാം. എക്സ്ക്യൂസ് മീ, ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്. കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. കൈതോടെ മാറിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ പെട്ടിയിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണോ? ഞാൻ കഴിച്ച ബിരിയാണിയാണ്, പൊറോട്ടയാണ്, കോഴി ചിക്കൻ 65 സത്യം. ആർ യു ഷുവർ? ഷുഗർ. എങ്കിൽ ബില്ല് ഞാൻ കൊടുത്തേക്കാം. ക്യാഷ് എനിക്ക് പ്രശ്നമല്ല. പോണം. താങ്ക് യു സർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. സത്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത്? ഒരിക്കലും മറക്കില്ല. അതല്ലടോ പെട്ടിനകത്ത് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞത്. അയ്യോ സാറാണ് സത്യം. ഓക്കെ, എങ്കിൽ നല്ലൊരു തുക ഇതാ ടിപ്പായിട്ട് വെച്ചു. 1 ലക്ഷം രൂപയുമായി ഊട്ടിയിൽ വന്നവരാരും പിച്ചക്കാരായി പോകാൻ പാടില്ല. ഓക്കെ? എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ, അതും ഈ തണുപ്പത്ത്. കുറച്ച് പച്ചവെള്ളമെങ്കിലും കുടിക്കാം. പണ്ടാരവണൻ കൊടല് കത്തുന്നു. പണ്ടാരക്കാലിനെ കാണുന്നില്ല. ദരിദ്രവാസി. സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ, സുൽത്താനായി വാഴും ഞാൻ. ഓ, മഹാനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ എത്തിയോ? എവിടെയായിരുന്നു 3-4 ദിവസം?
കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. എന്താ ഒന്നും മിണ്ടാത്തേ? വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. കണ്ണ് കാണാത്തത് വിശന്നിട്ടല്ല, ലൈറ്റ് ഇടാഞ്ഞിട്ടാ. നീ എന്താ ഇത്ര നേരമായിട്ട് ലൈറ്റ് ഇടാതിരുന്നത്? നേരത്തെ ലൈറ്റ് ഇട്ടാ കറണ്ട് ചാർജ് നിന്റെ തന്ത തരുവാ എന്നളിയൻ ചോദിക്കില്ലേ? അത് ചോദിക്കും. എന്താ കയ്യില്? പൊതി. എന്താ പൊതിയില്? അത് പലതും കാണും. നീ അതൊന്നും അന്വേഷിക്കണ്ട. നീ തിരക്കേണ്ടത് 3 കാര്യം മാത്രം. എന്നോട് എത്ര എണ്ണി വാങ്ങിച്ചു, എനിക്കെത്ര പലിശ തരണം, എന്റെ മുതലും പലിശയും എന്ന് തരും. ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് പറഞ്ഞു. എന്റെ കാശില്ല, കിട്ടുമ്പോ തരും. ഇവിടത്തെ പൊറുതി മതിയാക്കി ഒന്ന് ഇറങ്ങി തന്നാ മതി. ഇല്ലെങ്കിൽ വലിച്ചു പുറത്താക്കും. എടാ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന 2 ഇംഗ്ലീഷ് പറഞ്ഞ് ഊട്ടിയിൽ തെണ്ടി നടന്നാലൊന്നും ഞാൻ ഉറങ്ങാൻ പറ്റില്ല. കാലം മാറി. അതല്ലേ ഞാൻ ആ പണി നിർത്തി ഈ പണി തുടങ്ങിയത്. 009. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമ്പാദിച്ചത്, ലക്ഷപ്രഭുവായത്. ഇത് കണ്ട, ഈ 500ന്റെ ഒറ്റ നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? 1000ന്റെ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ ടിപ്പ് കൊടുത്തു. ഈ പണി എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എങ്കിൽ ഈ രൂപയുടെ പാതി എനിക്ക്. ഞാനൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ തുടങ്ങി ലാഭം ഉണ്ടായാലും നിന്റെ ഒന്ന് മാച്ചത് മൊത്തത്തിൽ തരാം. ഇതിൽ നിന്ന് ചില്ലി കാശ് ഞാൻ നിനക്ക് തരില്ല. എന്തിനായി തോക്ക്? കാര്യം പറഞ്ഞാ പോരെ. ഗ്ലാസ് എടുത്തിട്ട് വാടാ. ഞാൻ നിനക്ക് ഗ്ലാസ് എടുത്തിട്ട് വാടാ. കൊണ്ടുവരാം. ഇതെന്താ 2 ഗ്ലാസ്? നീ കുടിക്കുന്നില്ലേ? ഞാനേ കുടിക്കുന്നുള്ളൂ. ഇതെന്താ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. എന്താടാ നീ ആലോചിക്കുന്നേ? ഇനി നീ എന്നെ വേല വെക്കുകയോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ നിന്നെ ഞാൻ ഇതിലുണ്ടായിരുന്നടാ. അയ്യോ, എന്നാ ആദ്യം ഏതെങ്കിലും മൃഗത്തെ പരീക്ഷിക്കായിരുന്നില്ലേ? അതല്ലേടാ, നിന്നെ ഞാൻ 3 പ്രാവശ്യം പരീക്ഷിച്ചത്.